Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് ഒരു സ്പെഷ്യൽ റെസിപ്പി ചെയ്യാം. എന്നും നമ്മൾ ചെയ്യുന്നത് സ്പെഷ്യൽ റെസിപ്പിയാണ്. ഇന്ന ദിവസം സ്പെഷ്യൽ എന്നൊന്നുമില്ല. പക്ഷെ എന്നാലും നമുക്ക് ചില സമയത്ത് സ്പെഷ്യൽ ഗസ്റ്റ് വരാറുണ്ട്. ആ സമയത്ത് നമ്മൾ അവരോടുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ടുമൊക്കെ നമ്മൾ സ്പെഷ്യൽ റെസിപ്പീസ് ഉണ്ടാക്കാറുണ്ട്. ഇല്ലെന്നല്ല പറയുന്നത്. കാര്യം എന്താണെന്നറിയോ, അവർ ഓരോ ഇപ്പോൾ സോഷ്യൽ വർക്ക്സ് ആയാൽ പോലും ഒക്കെ ആണെങ്കിലും നമുക്ക് എന്നതേലും ഒരു നല്ല കാര്യം നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത് തന്നു കഴിഞ്ഞാൽ അവർ നമുക്ക് സ്പെഷ്യൽ ആയിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പന്യൻ സാർ വന്നപ്പോൾ അതേപോലെയാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം ചെയ്ത പ്രവൃത്തികളും സോഷ്യൽ വർക്ക്സും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തോട് ഒരു പ്രത്യേക സ്നേഹം തോന്നും അല്ലേ. എന്ന് പറഞ്ഞ പോലെ നമുക്ക് എല്ലാ വരുന്ന ഗസ്റ്റും സ്പെഷ്യലാണെന്നു ഇല്ല എന്ന് പറയുന്നില്ല. പിന്നെ ഏറ്റവും കൂടുതൽ സന്തോഷം എന്നാന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് എല്ലാവരും എപ്പോഴും വിരുന്നുകാർ വരികയും ഒത്തിരി ബഹളം വെച്ച് ആഹാരം കൊടുത്ത് സന്തോഷത്തോടും സംതൃപ്തിയോടു കൂടി പോകുന്ന കാണാനാണ് നമുക്ക് ഏറ്റവും സന്തോഷം അല്ലേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെജിറ്റേറിയൻ അല്ല, നോൺ വെജിറ്റേറിയൻ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അത് പക്ഷേ ഇറച്ചിയല്ല. ഇപ്രാവശ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫിഷിനെ വെച്ചിട്ടാണ്. ഈ ഫിഷ് വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇത് നമ്മൾ നാടൻ മീൻകറിയായിട്ട് ഒത്തു വരുമോ എന്ന് ചോദിച്ചാൽ കുറച്ച് വരും, എന്നാൽ കുറച്ച് ഡിഫറെൻറ്റ് ടേസ്റ്റ് വന്നു. ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പിയുടെ പേരാണ് കരീബിയൻ ഫിഷ്. കുക്കിങ്ങിനോട് ഒരു ഇച്ചിരി ഇഷ്ടം കൂടുന്നതുകൊണ്ട് എന്നാ ചെയ്യുന്നതെന്നറിയാമോ, ഞാനിങ്ങനെ ഓരോ പരീക്ഷണം ചെയ്യുന്നത്. അങ്ങനെ കണ്ടുപിടിച്ചതാന്നു ഈ കറിയൊക്കെ. പക്ഷെ കരീബിയൻ എന്ന് പറയുമ്പോൾ കുറച്ചൊരു ഡിഫറെൻ്റ് ഉണ്ട്. എന്നാൽ ആനീസ് കിച്ചണിൽ വരുമ്പോഴത്തേക്ക് ആനീസ് ടച്ചോടുകൂടി ആ ഫിഷ് കറി നമുക്ക് കേരളീയർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അത് മാറി വരും. അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്നാക്കിയാണെന്നറിയാമോ, വേറെ പ്രത്യേകിച്ച് പേടിക്കേണ്ട. ഞാൻ എപ്പോഴും പറയുന്നത് കൂട്ട് ആനീസ് കിച്ചൺ ഉള്ളിടത്തോളം കാലം നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ വെച്ച് നമ്മൾ പുറം രാജ്യങ്ങളിലുള്ള ഡിഷസ് വരെ ഉണ്ടാക്കത്തുള്ളേ. ഇതിന് വേണ്ടിയത് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളക് ചതച്ചതാവാം പൊടിയാവാം ഏതാന്നേലും അത്. പിന്നെ വേണ്ടിയത് കുറച്ച് ജീരകത്തിൻ്റെ പൊടി, നമ്മൾ തോരനൊക്കെ അരയ്ക്കുവേലേ എന്ന് പറഞ്ഞ പോലെ ജീരകത്തിൻ്റെ പൊടി. പിന്നെ കുറച്ച് നാരങ്ങ നീര്, ഇച്ചിരി ഉപ്പ്. പിന്നെ വേണ്ടിയത് എന്നാന്നോ, ഞാൻ ഇവിടെ എടുത്തേക്കുന്ന നെമ്മീൻ കഷ്ണമാണേ. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു മീനാന്നു ഇത്. പിന്നെ വേണ്ടിയത് കുറച്ച് വെജിറ്റബിൾ ഓയിൽ. ഇതിന് കുറച്ച് ചെറിയ ഉള്ളിയാണ് വേണ്ടത്. അതാ ഞാൻ പറഞ്ഞത് നമ്മുടെ നാട് പോലെ ആയിരിക്കും. പിന്നെ വേണ്ടിയത് കുറച്ച് വെളുത്തുള്ളി, പിന്നെ ക്യാപ്സിക്കം വേണം, അതൊരു റെഡ് കളർ ആയിക്കോട്ടെ. പിന്നെ വേണ്ടിയത് കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ്, പിന്നെ ഒരു ടൊമാറ്റോ, കുറച്ച് മുളക് പൊടി, ഇച്ചിരി മല്ലിപ്പൊടി, കുറച്ച് മല്ലിയില. ലാസ്റ്റ് നമുക്ക് ഗ്രേവിക്കായിട്ട് കുറച്ച് കട്ടി തേങ്ങാപ്പാൽ എടുക്കണം. ഇനി നമുക്കിതിന് പെരട്ടാനുള്ള സാധനങ്ങളാണ് വേണ്ടത്. ഇതിനകത്ത് എന്നാ വേണ്ടിയെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ മീൻ വറുക്കുമ്പോൾ പെരട്ടും മഞ്ഞപ്പൊടി മുളക് പൊടി ഇതൊക്കെയല്ലേ പെരട്ടുന്നത്. പക്ഷേ ഇതിനകത്ത് വേണ്ടിയത് എന്നാന്ന് വെച്ചാൽ ഇച്ചിരി മഞ്ഞപ്പൊടി, കുരുമുളക്, ജീരകം, കുറച്ച് നാരങ്ങ നീര്, ഉപ്പ്. ഇത്രയും സാധനമാണ് വേണ്ടിയത്. ആദ്യം ഇച്ചിരി മഞ്ഞപ്പൊടി, ഒത്തിരി ഇടല്ല, മഞ്ഞ ഒത്തിരി ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ചുവയ്ക്കുവേ. അന്നേച്ച് നല്ല ഇച്ചിരി പൊടിഞ്ഞ കുരുമുളക് ആയിക്കോട്ടെ, ഇച്ചിരി ജീരകം തനി ജീരകമാണെങ്കിൽ ഒരു ഇച്ചിരി അരച്ചോ. പിന്നെ വേണ്ടി ഇച്ചിരി നാരങ്ങ നീര്, പിന്നെ ഒരു ഇച്ചിരി ഉപ്പ്, പിന്നെ നമ്മുടെ മീൻ ഇതിനകത്തോട്ട് ഇട്ടേച്ച് നല്ലതായിട്ട് നമ്മൾ ഈ ചേർത്തേക്കുന്ന അരപ്പുണ്ടല്ലോ, ഇത് അരയ്ക്കാനൊന്നുമില്ല, ഈ പൊടിയെല്ലാം കൂടിയാണ് ചേർത്തേക്കുന്നത്. അന്നേരം ഒത്തിരി അരയ്ക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിനകത്തിട്ട് തന്നെ അങ്ങ് മിക്സ് ചെയ്തേക്കാം. പിന്നെ നമ്മൾ ഈ പെരട്ടി വെച്ചേക്കുന്ന മീനിന് അധികം നേരം ജോലിയൊന്നുമില്ല. കാര്യം എന്നാന്ന് വെച്ചാൽ നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ഉടനെ തന്നെ അതങ്ങ് വറുത്തെടുക്കാനുള്ളതാണ്. കാര്യം എന്നാന്നോ, ആ മീൻ അങ്ങോട്ട് നമ്മൾ പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഒന്ന് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഒരുപാട്
ആ മാരിനേഷൻ പിടിക്കണോ എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കറിക്കകത്ത് ഇടുന്ന നമ്മുടെ മീൻ ഒന്നുകൂടെ ഒന്ന് വേവാനുള്ളതാണ്. അതുകൊണ്ട് ഒരുപാട് നമ്മൾ നോക്കണ്ട, ഒരു ഇച്ചിരി ഒന്ന് പെരണ്ട് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്കതങ്ങ് വറുത്തെടുക്കാം. എബ്രോഡ് എല്ലാവരും കൂടുതലും നമ്മൾ ഈ പറഞ്ഞ കൂട്ട് വെജിറ്റബിൾ ഓയിലിന് പകരം ഒലീവ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. അതാണ് അവരുടെ ബേസ്. നമ്മൾ വെളിച്ചെണ്ണ പോലെ തന്നെ ഒലീവ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമുക്കത് അത്ര അങ്ങോട്ട് പറ്റാത്തതുകൊണ്ട് ഒന്നെങ്കിൽ വെജിറ്റബിൾ ഓയിൽ, അല്ലെന്നുണ്ടെങ്കിൽ ഒലീവ് ഓയിൽ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക, രണ്ടാമത് വെജിറ്റബിൾ ഓയിൽ. ഇത്രയും മീൻ വറുത്തെടുക്കാനുള്ള എണ്ണയാണ് ഒഴിക്കാനുള്ളത്. എന്നും പറഞ്ഞാൽ ഒത്തിരി അങ്ങോട്ട് ഡീപ്പ് ഫ്രൈ ആയിട്ട് വറുക്കുന്ന കൂട്ട് വേണ്ട, എന്നാലും അതിനകത്ത് എണ്ണ വേണം. എണ്ണ ചൂടായി വെച്ച് നമ്മൾ ഈ പെരട്ടി വെച്ചേക്കുന്ന മീനുണ്ടല്ലോ അത് ഓരോന്നായിട്ട് വറുക്കുക. ഒരുപാട് ഡീപ്പ് ഫ്രൈ അല്ല, എന്നാൽ മീൻ നമ്മൾ കറിക്കകത്തോട്ട് ഇടുമ്പോൾ പൊടിഞ്ഞു പോലെ ആ ഒരു മൂപ്പ് കിട്ടണം. ഇതിനകത്ത് വെള്ളം സ്റ്റോക്ക് അങ്ങനെ ഒന്നും പാടില്ല. ഉള്ളത് അങ്ങ് മൊരിഞ്ഞു വന്നോട്ടെ. സ്റ്റോക്ക് എടുത്ത് മാറ്റി വെക്കാനോ അങ്ങനെ ഒന്നും പോകേണ്ട. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കാനുള്ളതാണ്. അതുകൊണ്ട് മീൻ അങ്ങ് വറുത്തെടുത്തേച്ചാൽ മതി. ഒരുപാട് ഡീപ്പ് ഫ്രൈ അല്ല, നമുക്ക് ആവശ്യമുള്ളത്. നമുക്ക് ഒരുപാട് മൂപ്പിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ മീൻ അങ്ങ് പൊതുവേ കട്ടിയാവും. അതുകൊണ്ട് അത് അങ്ങ് വേണ്ട. കട്ടിയാവാതെ സോഫ്റ്റായിട്ട് മാക്സിമം അതിനെ മുരിച്ചെടുക്കുകയും വേണം. എന്നാൽ മീൻ പൊടിയാനും പാടില്ല. ഏതാ കറിക്കകത്തോട്ടിട്ട് തിളയ്ക്കുമ്പോഴത്തേനില്ലേ, അതും കൂടെ ശ്രദ്ധിക്കുക. ഞാൻ മീനെല്ലാം ഇത്രയും മൂപ്പിച്ചിട്ടുള്ളൂ, ഒരുപാട് മൂപ്പിച്ചിട്ടൊന്നുമില്ല. എന്നാൽ മീൻ ഇതിൽ കറിക്കകത്തോട്ട് ഇട്ടാൽ പൊടിഞ്ഞു പോകല്ല കേട്ടോ. ഇനി ബാക്കി വരുന്ന എണ്ണയ്ക്കകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ചെറിയ ഉള്ളി അതിട്ടോ. ചെറിയ ഉള്ളി എത്ര എണ്ണം വേണം എന്ന് ചോദിച്ചാൽ ഒരു 3-4 എണ്ണം അരിഞ്ഞേക്കുന്നതാണ്. ഇനി വേണ്ടിയത് ഒരു 1.5 ടീസ്പൂണോളം വെളുത്തുള്ളി. ഇത് നല്ലതായിട്ടൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് അടുത്തത് ചേർക്കാവേ. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും എല്ലാം കൂടെ എണ്ണയിൽ കിടക്കുമ്പോൾ ഒരു മൂത്ത് വരുമ്പോൾ ഒരു മണം ഉണ്ടല്ലോ, അതൊരു ഉഗ്ര മണമാട്ടോ. ഇത് ശരിക്കും മൂക്കുമ്പോൾ ഈ ഒരു മണം വരുമ്പോഴത്തേക്ക് ആ കറിവേപ്പില ഇടാനുള്ള ടെൻഡൻസി വരുന്നത്. പക്ഷെ കരീബിയൻ ഫിഷ് കറി ആയതുകൊണ്ട് കറിവേപ്പില ഇടുന്നില്ല. ഇഞ്ചി ഇല്ലാത്തില്ല, വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയാന്നു. അതൊന്ന് ഇച്ചിരി നല്ലതായിട്ട് മൂക്കണം. ഇതിൻ്റെ എല്ലാം പച്ചച്ചൊവ പോണേ, അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ ആ ഒരു റോ ടേസ്റ്റ് നല്ലോണം മുന്നിട്ട് നിൽക്കും. ഇതൊരു ശകലം ഒന്ന് ആ പച്ചച്ചൊവ മാറി ഒന്ന് മൂത്ത് തുടങ്ങുകയല്ലേ, ആ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാപ്സിക്കം ഒരെണ്ണം മതിയാവും, അതിനകത്തോട്ട് ഇടുക. പിന്നെ വേണ്ടിയത് നമ്മുടെ എരിവ് കണക്കാക്കിയിട്ട് എത്ര റെഡ് ചില്ലി ഫ്ലേക്സ് ആണ് വേണ്ടിയെന്നുള്ളത് നോക്കുക. നമ്മൾ മുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്, പക്ഷേ എന്നാലും കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സും കൂടെ ചേർക്കണം. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, 1 ടീസ്പൂൺ മാത്രം ചേർക്കാം. അതിൻ്റെ ഒരു മുളക് ചതച്ചതിൻ്റെ ഒരു ഇത് വന്നേച്ചാൽ മതി, ബാക്കി മുളക് പൊടി ചേർക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം ക്യാപ്സിക്കം ഒന്ന് വാടി തുടങ്ങി, ഉള്ളി വെളുത്തുള്ളി എല്ലാം ഒന്ന് മൂത്തേ. ഇതിനകത്തോട്ട് ഹൈ ഫ്ലെയിം ആയതുകൊണ്ട് പടപടപടാ ആവുമേ. ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളിയും കൂടെ ചേർക്കണം. തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്നാന്നറിയാവോ, അറിയാമല്ലോ, ഈ തക്കാളി നല്ലതായിട്ടൊന്ന് വഴന്ന് ആ ഒരു ആ ഒരു ഗ്രേവിനകത്തോട്ട് ചേരണം. അല്ലാതെ നമ്മൾ ധൃതി കൂട്ടാൻ ഒക്കെയല്ല ഇവിടെ.
ഇത് നമ്മുടെ ടൊമാറ്റോ ഇട്ടേക്കുന്ന നല്ലതായിട്ടൊന്ന് വഴന്ന് ഇതിനകത്ത് ചേർന്നിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. ഈ സമയത്ത് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ കറിക്കായാലും കുറച്ച് മഞ്ഞപ്പൊടി വേണം, അതിനുണ്ട്. എന്നാലും എൻ്റെ ഒരു മനസ്സിനൊരു തൃപ്തിക്ക് വേണ്ടിയിട്ട് ഞാനൊരു നുള്ള മഞ്ഞപ്പൊടി ഇടുവാണേ. അതിട്ടില്ല എനിക്ക് എന്തോ പോലെയാന്നേ, അതുകൊണ്ടാണ്. ഇതിനകത്തോട്ട് റെഡ് ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് 1 സ്പൂൺ മുളക് പൊടി ഇടാം. എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി ഇട്ടോ, 1 സ്പൂൺ മതി, 1.5 സ്പൂൺ ഇട്ടോ, അതിൽ കൂടുതൽ വേണ്ട കേട്ടോ. പിന്നെ ഇതേപോലെ കുറച്ച് മല്ലിപ്പൊടി, 1 നുള്ള് ജീരകം, ഇനി ഈ പൊടിയെല്ലാം ഒന്ന് മൂക്കണേ. നല്ല ഫ്ലെയിം ആന്നു, മൂക്കാൻ അധികം നേരം വേണ്ട, എണ്ണയൊക്കെ നല്ല ചൂടായിരിക്കുന്നതാന്നു. ഇതിനകത്ത് പുളി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ടൊമാറ്റോയുടെയും നാരങ്ങയുടെയും പുളി മാത്രമേ ഉള്ളൂ ഇതിനകത്ത് പുളി എന്ന് പറയാൻ. അഥവാ നമുക്കൊരു ഇച്ചിരി പുളി കൂടുതൽ വേണമെന്ന് തോന്നിയാൽ ഒരു ഇച്ചിരി വിനാഗിരിയും കൂടെ ചേർക്കാവേ, ഒരു ശകലം നാരങ്ങ. ഇനി പൊടിയെല്ലാം നല്ലതായിട്ടൊന്ന് വെന്തേച്ച് അതിനകത്ത് ഈ എന്നാ പറയാ ചുറ്റും ആ എണ്ണയൊന്ന് തെളിയണം, അതാന്നു അതിൻ്റെ ഒരു കണക്ക്. ഈ എണ്ണ തെളിഞ്ഞ് കിട്ടാനാന്നേലും നമ്മൾ ഒരു എളുപ്പ വഴി ചെയ്യുമായിരുന്നു. എന്നാന്നറിയാമോ, കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം പോരാ, നമ്മൾ 1/4 പാല് മാത്രമേ എടുത്തിട്ടുള്ളൂ. പക്ഷെ മീൻ വേവാൻ വലിയ വേവില്ല, പക്ഷെ എന്നാലും ആ ഗ്രേവി ആയിട്ടൊന്ന് ചേരണ്ടായോ. അന്നേരം ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചേച്ച് മീൻ ഇതിനകത്ത് കിടന്നേച്ചൊന്ന് തിളയ്ക്കണേ. അതിപ്പോഴല്ല, നമ്മുടെ ആ എന്നാ പറയുക പൊടിയൊക്കെ ഒന്ന് വെന്തേച്ച് ഇപ്പം ഈ ഒഴിച്ച വെള്ളം ഒന്ന് പറ്റിയേച്ച് എണ്ണ തെളിഞ്ഞ് കഴിയുമ്പോഴത്തേനും മീൻ ചേർത്താൽ മതി. നല്ല എരിവുള്ള മീൻകറി ആക്കുകയും ചെയ്യാം, അതല്ല എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ എരിവ് കുറയ്ക്കുകയും ചെയ്യാം. അത് നമ്മൾ ആ ചേർക്കുന്ന പച്ചമുളക്, കുരുമുളക് ഇതിൻ്റെയൊക്കെയോ എരിവ് കണക്കാക്കി വേണം ചേർക്കാനേ. ഇപ്പോൾ കുറേശ്ശെ എണ്ണ അങ്ങോട്ട് തെളിഞ്ഞ് വരുന്നുണ്ട്. എണ്ണ നല്ലതായിട്ട് തെളിഞ്ഞതിന് ശേഷം നമുക്ക് മീനിടാം. ഓക്കെ, ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചേച്ച്, ഒത്തിരി വെള്ളം വേണ്ട, ഒരു നമ്മൾ ചേർത്തേക്കുന്ന ആ ക്യാപ്സിക്കവും അതിനുമൊക്കെ ഒന്ന് നികത്തി നിന്നേച്ചാൽ മതിയേ. അതിനകത്തോട്ട് നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന മീൻ, മീനിന് മാത്രമേ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുള്ളൂ. ഇപ്പം ഈ ഗ്രേവിക്ക് ഒരു നുള്ള ഉപ്പും കൂടെ ചേർക്കുക, ഒത്തിരി ചേർക്കരുത്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്തേച്ചാൽ മതി, തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ട്. നല്ലോണം തിളച്ച് ഈ ഗ്രേവി ഒക്കെ ഒന്ന് ഈ മീനേലൊന്ന് പിടിക്കട്ടെ. അപ്പോൾ കുറച്ച് നേരം നമുക്ക് അടച്ചിട്ടേച്ചേ അടുക്കള ഒന്ന് വൃത്തിയാക്കട്ടെ. മീൻ ചട്ടി അടച്ചേച്ച് തുറക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മണമാണ് വരുന്നത്. ഇനി ഇതിനകത്ത് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം ഒഴിച്ച് വെള്ളമെല്ലാം നല്ലതായിട്ട് അങ്ങ് പറ്റിക്കഴിഞ്ഞ് ഇനി നമ്മുടെ ബാക്കി എടുത്ത് വെച്ചേക്കുന്ന തേങ്ങാപ്പാലുണ്ടല്ലോ അത് ഇതിനകത്തോട്ട് അങ്ങ് ചേർക്കുക. ആദ്യത്തെ വെള്ളം പറ്റുന്ന സമയത്ത് ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, നമ്മൾ ആദ്യം ചേർത്തേക്കുന്ന ആ എണ്ണയുണ്ടല്ലോ അതെല്ലാം ചട്ടിയുടെ അറ്റത്തോട്ട് ഇങ്ങനെ തെളിഞ്ഞ് 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 നടുക്കൊക്കെ ആകുമ്പോഴത്തേക്ക് എണ്ണ നല്ലോണം തെളിഞ്ഞ് നിൽക്കുവേ. അതാന്നു അതിൻ്റെ ഒരു പരുവം. ആ പരുവാകുമ്പോഴത്തേക്ക് തലപ്പാലും കൂടെ ഒഴിച്ച് പിന്നെ നിറച്ച് മല്ലിയിലയും കൂടെ ഇട്ടേച്ച് ഒരു തിള കഴിയുമ്പോഴത്തേക്ക് അതിനെ അങ്ങ് വാങ്ങിയേച്ചാൽ മതി. വേറെ ഒരു പരിപാടി ഇതിനില്ല. ഇത്രയേ ഉള്ളൂ നമ്മുടെ കരീബിയൻ ഫിഷ് കറി. ഇതിന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു നാട്ടിൻ്റെ ഒരു ചെറിയ ഒരു ടേസ്റ്റ് വന്നു പോകുന്നുണ്ട്, ഒരുപാടല്ല,
ഒരു ചെറിയ ടേസ്റ്റ് എന്നാൽ ഒരു എൻറ്റയർലി ഡിഫറെൻറ്റ് ടേസ്റ്റ്. ഇന്ന് നമ്മുടെ ഗസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ ഗസ്റ്റും സ്പെഷ്യലാണ്. പക്ഷേ ഇന്ന് വരാൻ പോകുന്ന ഗസ്റ്റ് MA ബേബി സാറും ബെറ്റി ചേച്ചിയാണ് ഇവിടെ വരാൻ പോകുന്നത്. അദ്ദേഹത്തിന് മീൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെപ്പോഴും നമ്മൾ പലതരം മീൻ കഴിക്കാറുണ്ട്. പക്ഷേ ഒരു ക്വയറ്റ് ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ ഇന്നിവിടെ കരീബിയൻ ഫിഷ് കറി ചെയ്തത്. നമ്മുടെ ആനീസ് കിച്ചണിൽ വരുമ്പം എപ്പോഴും നമ്മുടെ ഗസ്റ്റിന് സ്പെഷ്യൽ വിഭവങ്ങൾ കൊടുത്ത് സൽക്കരിക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം. നമ്മുടെ പത്തിരി ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ മലയാളികൾക്ക് എന്നാത്തിൻ്റെ കൂടെ കഴിക്കാമെന്ന് ചോദിച്ചാൽ നമ്മൾ മലയാളികൾ ശരിക്കും മീൻകറി കഴിക്കുന്നത് ചോറിനൂടെയും കപ്പയുടെ കൂടെയും ഒക്കെ ആന്നു. പക്ഷേ കപ്പയുടെ കൂടെ കഴിക്കാമോ, ഈ ചോറിനൂടെ കഴിക്കാവോ, പത്തിരിയുടെ കൂടെ കഴിക്കാവോ, അപ്പത്തിൻ്റെ കൂടെ കഴിക്കാമെന്നുള്ളത് നമുക്ക് പറയാൻ ഒക്കുകയല്ല. കാര്യം നമുക്ക് വരാൻ പോകുന്ന ഗസ്റ്റിന് മാത്രമേ അതിൻ്റെ ഒരു കറക്റ്റ് ഇൻഫർമേഷൻസ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഇപ്പം ഞാനിത് സെറ്റാക്കി വെച്ചേക്കുന്ന പത്തിരിയുടെ കൂട്ടത്തിലാന്നു. അല്ലേ പിന്നെ ഈ സന്ധ്യ നേരത്തൊക്കെ കപ്പയും ചോറും ഒക്കെ തിന്നാനായിട്ട് ഇച്ചിരി പ്രയാസം വന്നേ. അന്നേരം ഇതാന്നു ഏറ്റവും നല്ലൊരു ചൂട് ചായയും കൂടെ കിട്ടുവാന്നേൽ ഏറ്റവും നല്ല കോമ്പിനേഷൻ ഇത് തന്നെയാട്ടോ. നമസ്തേ നമസ്തേ, വരണം 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 സർ, വരണം എൻ്റെ അടുക്കളയിലേക്ക്, അകത്തേക്ക് വരണം. ലേഡീസ് ഫസ്റ്റ് അതാണോ സാർ ഉദ്ദേശിച്ച്? സാർ വരണം വരണം എന്ന് ഉദ്ദേശിച്ചപ്പോ സാർ ചേച്ചിയോട് പറഞ്ഞു ഫ്രണ്ടിൽ പോക്കോളൂന്ന്. അത് ലേഡീസ് ഫസ്റ്റ് ആണോ? അതാണ് നമ്മള് പൊതുവിൽ ദ്രോഹമാണ് സ്ത്രീകൾക്ക് ആദ്യം. പക്ഷേ അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂട്ടായിട്ട് ശ്രമിക്കണം. തീർച്ചയായിട്ടും. അതിൽ ആ പറഞ്ഞാൽ ഒരു നേരിയ വിഷമം ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് എനിക്കും കൂടി ഉണ്ട്. ചേച്ചി എൻ്റെ അടുക്കള അങ്ങ് പോരാ, എൻ്റെ അടുക്കളയിലോട്ട് സന്തോഷമായിട്ട് നിൽക്കാം. അതെന്താ വെച്ചാൽ ചേച്ചീനെ എനിക്ക് ഇച്ചിരി പേഴ്സണലായിട്ട് അറിയാവുന്നതുകൊണ്ടുള്ള സ്വാതന്ത്ര്യം കൊണ്ടാട്ടോ ഞാൻ ചേച്ചീനെ ഇങ്ങനെ അടുക്കളയിലോട്ട് വിളിച്ചേ. മാത്രല്ല സാറിന് വേണ്ടിയിട്ട് എനിക്ക് മുഖവര നമ്മുടെ പ്രേക്ഷകരോട് വേണ്ട. പക്ഷെ എന്നാൽ ചേച്ചിയെ പറ്റി പറയുവാന്നേലുണ്ടല്ലോ, പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ചേച്ചി ഭയങ്കര സൽക്കാരപ്രിയയാണ്. ആര് വീട്ടിൽ വന്നാലും നിറച്ച് ഭക്ഷണവും കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ച് മനസ്സ് നിറയെ അത് വെച്ച് വിളമ്പി ഊട്ടി വിടുന്ന ഒരു ചേച്ചി തന്നെയാണ് ഇത്. പലതവണ എന്നെയും ഏട്ടനെയും ഞങ്ങളുടെ കുടുംബത്തെ വിളിച്ചിട്ടുണ്ട്. സത്യം പറയാലോ അത്രയും നല്ല മനസ്സുള്ള ചേച്ചിയാ അല്ലേ ചേച്ചി? മനസ്സ് അത്ര നല്ലതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞങ്ങളൊക്കെ ആന്നൂന്ന് അങ്ങ് തീരുമാനിച്ചു. ഈ ചിരി തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, ആ ഒരു നിറമുണ്ട് ചേച്ചിയുടെ ഫേസിൽ. ചേച്ചി അല്ലാന്ന് പറഞ്ഞാൽ പോലും ഞങ്ങൾ അംഗീകരിക്കുകയില്ല. സത്യം പറഞ്ഞാൽ ഇപ്പൊ ചേച്ചിക്കും സാറിനും എനിക്ക് വെച്ച് വിളമ്പാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ട്. അപ്പൊ ചേച്ചിക്ക് ഉണ്ടാവുന്ന ആ ഒരു സംതൃപ്തി എന്തോരായിരിക്കും. ഇപ്പൊ എനിക്ക് ആ ഒരു മൂഡില്ല, ആ ഒരു ഫീലിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ ശരിക്കും എനിക്ക് ഇന്നാ ഭാഗ്യം ഉണ്ടായത് സാറിനും ചേച്ചിക്കും തരാനായിട്ട്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സാറിന് അറിയാൻ എന്നാന്നറിയാവോ, എനിക്കെന്നല്ല എൻ്റെ പ്രേക്ഷകർക്കും കൂടെ അറിയാനുള്ളതാ ചേച്ചിയുടെ ബേബി ചായനെ കുറിച്ച് അറിയണം, മക്കളുടെ അച്ഛനെ കുറിച്ച് അറിയണം, നാട്ടുകാരുടെ സഖാവിനെ കുറിച്ചും അറിയണം. അത് എനിക്കൊന്ന് ഈ മൂന്ന് മേഖലകളാണ്. ഒരുപാട് കൗതുകങ്ങളുണ്ട്. ഒരാളും കൂടി ഉണ്ട്, അപ്പൂപ്പനുമാണ് ഇപ്പൊ. ആ വിശേഷം അറിഞ്ഞില്ല. ഞങ്ങൾ എല്ലാരും കല്യാണം കൂടിയവരാ. അതാണ് ആ വിശേഷം. ചോദിക്കട്ടെ, എന്നാ കുഞ്ഞാ ചേച്ചി? മാത്രമല്ല അമ്മൂമ്മയാണ്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും നേരം കിട്ടുന്നില്ല. മോനാന്നോ മോളാന്നോ? മോനാന്ന്. പേരെന്നാ വെച്ചു? എന്നാ പ്രായമായി ഇപ്പൊ? 6.5 മാസമായി. 6.5 മാസം. അപ്പൊ അപ്പൂപ്പനും അമ്മൂമ്മയും കുഞ്ഞുമാവയുടെ അടുത്ത് നിന്ന് മാറുന്നില്ലെന്ന് ചുരുക്കം. ഒത്തിരി കാര്യങ്ങൾ ചോദിക്കാനുണ്ട് അല്ലേ സാർ? നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അവിടെ പോയിരുന്ന് വർത്താനം പറയാം. സാറിനോട് ചോദിക്കണമെന്ന് വിചാരിച്ച് ആലോചിച്ചുകൊണ്ട് വന്നതാ. നമ്മുടെ കല്യാണം നടന്ന സമയത്ത്, സാറിൻ്റെ മകൻ്റെ കല്യാണം നടന്ന സമയത്ത് അവിടുത്തെ കേറ്ററിംഗ് ഒരു പ്രത്യേക കേറ്ററിംഗ് ആയിരുന്നേ. ശരിക്കും പറഞ്ഞാൽ കാച്ചില് കപ്പ അങ്ങനെയൊക്കെ പുഴുങ്ങി വെച്ച് നമ്മുടെ മലയാളികൾക്ക് ഇപ്പൊ ശരിക്കും കണി കാണാൻ പോലും കിട്ടുന്നില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ ശരിക്കും സാർ ഒരു വെറൈറ്റി രീതിയിൽ അതങ്ങ് ചിന്തിച്ചേ. അങ്ങനെ തന്നെ വെറൈറ്റി രീതിയിൽ ആലോചിച്ചേ? അത് ഞങ്ങൾ കുടുംബത്തിലെല്ലാവരും കൂടെ, ബെറ്റിയും ഞാനും മറ്റു സഖാക്കളും ഒക്കെ കൂടെ ആലോചിച്ച് അപ്പുവായിട്ട് മകനുമായിട്ടും ഒക്കെ ആലോചിച്ചതാണ്. ഒന്ന്, നമ്മുടെ സമൂഹത്തിൽ ഇപ്പം ഈ വിദേശ ഭക്ഷണ രുചിയോടുള്ള ഒരു ഭ്രാന്തമായ ഒരു താല്പര്യം, മാക്ഡൊണാൾഡ്സ്, കൊക്കോക്കോള ഇങ്ങനെയുള്ളതിൻ്റെ പിന്നാലെയുള്ളൊരു പരക്കം പാച്ചിൽ. നമ്മുടെ നാട്ടിൽ ഒരുപാട് പോഷകാംശപ്രധാനമായ വിഭവങ്ങളുണ്ട് നമ്മൾ കഴിച്ചു വന്നിട്ടുള്ളത്. ഇപ്പം
നറുതണ്ടി സർബത്ത് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കുടിക്കും. ഇപ്പോൾ അത് കാണാനില്ല. കുട്ടികൾ ഈ കൊക്കോക്കോളയുടെയും പെപ്സിയുടെയും കൊക്കോക്കോളയും പെപ്സി കോളയൊക്കെ ആരോഗ്യത്തിന് ഹാനികരമാണ്. അപ്പോൾ നമ്മുടെ നല്ല പാനീയങ്ങൾ, മോരും വെള്ളം, വലിയ കലത്തിനകത്ത് പിന്നെ ചെറിയ കടകളിൽ വെച്ചിരുന്ന തണുത്ത വെള്ളം, അതിനകത്ത് നാരങ്ങയും ഒക്കെ ഇട്ടിട്ട് നാരങ്ങ സർബത്തൊക്കെ നമുക്ക് തരും. അപ്പോൾ അത് ഒന്ന് വീണ്ടും ജനങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ, ഓർമ്മയുള്ളവരിപ്പോഴും ഉണ്ട്, എന്നാലും ഇത് കുറച്ചും കൂടെ ഒന്ന് ശക്തമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഉദ്ദേശിച്ചത്. മറ്റൊന്ന് ചെയ്തത് കുടുംബശ്രീ അയൽക്കൂട്ടത്തിൻ്റെ ചുമതലയിലാണ് ഇത് ചെയ്തത്. അപ്പം ഒരു കൂട്ടം സ്ത്രീകൾ അവരുമായിട്ട് സംസാരിച്ച്, അപ്പോൾ കാച്ചില്, ചേമ്പ്, പരിപ്പുവട, ഇലയപ്പം, അങ്ങനെ നമ്മുടെ നാടൻ വിഭവങ്ങൾ, ഇത് ഇവിടെ ഇപ്പം സമൂഹത്തിൻ്റെ പല മേഖലയിൽപ്പെട്ടവർ വരുമല്ലോ, അവരുടെയൊക്കെ ഓർമ്മയിലേക്കും പരിഗണനയിലേക്കും ഇതൊന്ന് കൊണ്ടുവരണം എന്നുള്ള ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ ഒരു രാഷ്ട്രീയം അതുകൂടി ഇവിടെ കൊണ്ടുവരണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. ഓക്കെ, അപ്പൊ എല്ലാരും കൂടെ ഒത്തൊരുമയായിട്ട് ചെയ്തതാ. അതെ, ഓക്കെ, ഒരു ബോധവൽക്കരണം. എല്ലാവരും കൂട്ടായിട്ട് ആലോചിച്ച് തീരുമാനിച്ചത്. അന്ന് ശരിക്കും പറഞ്ഞ ഒരു ചർച്ചയും കൂടെ ഉണ്ടായത് എന്നാന്നറിയാം സാർ, രാഹുകാലത്തായി കല്യാണം നടത്തിയേ. സാധാരണഗതിയിൽ എല്ലാവരും രാഹുകാലം മാറ്റി നിർത്തിയേച്ച് അയ്യോ രാഹുകാലത്തൊന്നും ചെയ്യരുത്, ഇറങ്ങരുത്, യാത്ര പോകരുത് ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് സാർ മാത്രമാണ് രാഹുകാലത്ത് നടത്തിയ. അതൊന്നും ആലോചിച്ച് ചെയ്തതല്ല, എല്ലാവർക്കും പങ്കെടുക്കാനുള്ള സമയവും സൗകര്യവും നോക്കി ഈ 3:30 മണി എന്നുള്ള തരത്തിൽ അത് വെച്ചു. രാവിലെ പോയിട്ട് രജിസ്ട്രേഷൻ വെച്ചു. അതെല്ലാം എല്ലാവർക്കും പ്രായോഗികമായി സൗകര്യപ്രദമായ സമയം എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ചിലർ ചൂണ്ടിക്കാണിച്ചു ഇത് രാഹുകാലമായിട്ടെല്ലാം ക്ലാഷ് ചെയ്ത് വരുന്നുണ്ടെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ വളരെ നല്ലത്. അതിലൊന്നും ഒരു അർത്ഥമില്ല എന്നുള്ളത് നമുക്ക് സ്വയം ഓർക്കാനും മറ്റുള്ളവരോട് പറയാനുള്ള ഒരു സന്ദർഭമായിട്ട് ഇത് ഉപയോഗപ്പെടുത്തണം. സാർ എല്ലാം പോസിറ്റീവായിട്ട് എടുക്കുന്നതേ ഉള്ളൂ എല്ലാം. അതെ, സമയം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഒരു സങ്കല്പമല്ലേ. പദാർത്ഥത്തിൻ്റെ സമയത്തെക്കുറിച്ച് ഒരുപാട് നിർവചനങ്ങളുണ്ട്. അപ്പോൾ ചില സമയങ്ങൾ ദോഷം, ചില സമയം അല്ലാത്തത് എന്നെല്ലാം തീരുമാനിക്കുന്നത് വളരെ അർത്ഥശൂന്യമായ അശാസ്ത്രീയമായ കാര്യങ്ങളാണ്. ഇപ്പോൾ ചൊവ്വ ദോഷം എന്ന് പറഞ്ഞിട്ട് എത്രയോ പെൺകുട്ടികളുടെ കല്യാണം നടക്കാതിരിക്കുന്നു. ഇപ്പോൾ ചൊവ്വയിൽ നമ്മുടെ ഉപഗ്രഹം പോയിട്ട് ഇറങ്ങുന്നു. ചൊവ്വയുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനൊന്നും ഒരു ദുർവ്യാഖ്യാനം കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ എങ്ങനെയൊക്കെയോ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ നമ്മുടെ സമൂഹത്തിൽ പ്രബലമായിട്ടുണ്ട്. അതിനെ ഒന്ന് ഓപ്പോസിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് 13 നമ്പർ എന്നൊക്കെ പറഞ്ഞ ആരും 13 നമ്പറിലോട്ട് പിടിക്കുകയല്ല. പക്ഷെ എല്ലാം സാർ അങ്ങനത്തേലൊക്കെയാ പോകുന്നത്. രാഹുകാലം 13 നമ്പർ. ഇപ്പം സാർ ഇങ്ങനെ എല്ലാം പോസിറ്റീവ് ആക്കുക എന്നുള്ളതാണ് സാറിന്റെ എയിം. അപ്പൊ ചെറുപ്പകാലം മുതലേ സാർ ഇങ്ങനെയായിരുന്നോ? അല്ല, ചെറുപ്പകാലത്ത് പലതും മനസ്സിലായിരുന്നില്ല. കാരണം ഇപ്പം ലൈബ്രറി പുസ്തകം എടുക്കാനൊക്കെ പോകുമ്പോൾ രാത്രി ഒറ്റയ്ക്ക് ഇങ്ങനെ മടങ്ങി വരുമ്പോഴത്തേക്ക് ഭൂതം പ്രേതം എന്നൊക്കെ പറഞ്ഞിട്ട് പലതും പറഞ്ഞു കേട്ടിട്ടുള്ളതിൻ്റെതായ സംശയം മനസ്സിൻ്റെ കോണിലുണ്ടായിട്ടുണ്ട് കുട്ടിക്കാലത്ത്. എന്നാൽ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്ക്, ഹൈസ്കൂളിലേക്കൊക്കെ എത്തുമ്പോൾ തന്നെ അത്തരം ചിന്തകൾ എൻ്റെ മനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറി എന്നുള്ളതാണ്. അങ്ങനെയൊന്നുമില്ല എന്നുള്ളൊരു ഭൗതിക ബോധം മനസ്സിൽ നന്നായിട്ട് വേരുറം. അതെങ്ങനെയാ മാറ്റം? അത് വായനകളിലൂടെയാണ്. ഈ പറഞ്ഞ പോലെ MC ജോസഫിൻ്റെ പുസ്തകങ്ങൾ, യുക്തിപ്രകാശം എന്ന് പറഞ്ഞിട്ട് കുട്ടിപ്പുഴ കൃഷ്ണപിള്ളയുടെ ഉണ്ട്, വിചാര വിപ്ലവം, പിന്നെ ബെർട്രൻ റസ്സലിൻ്റെയൊക്കെ പുസ്തകങ്ങളുടെ പരിഭാഷകളൊക്കെ വായിച്ചു. അപ്പം കുറച്ച് ശാസ്ത്രീയമായൊരു ബോധത്തിലേക്ക് എത്തി. അതിനുശേഷം ഇപ്പം പലരും ഒറ്റയ്ക്ക് കിടക്കാനൊക്കെ പേടിയാണെന്നൊക്കെ ചിലർ പറയുന്നതൊക്കെ എനിക്ക് വലിയ ചിരി വരും. എന്താ ഈ ഒറ്റയ്ക്ക് കിടന്ന് പേടിക്കേണ്ട ആവശ്യം എന്താണെന്നുള്ളത്. ഒരാവശ്യമില്ല. നമ്മൾ ശാസ്ത്രീയമായ ഒരു ചിന്ത നമുക്ക് നമ്മുടെ ബോധത്തിൻ്റെ ഭാഗമായിട്ട് ലയിപ്പിച്ച് ചേർക്കാൻ കഴിഞ്ഞു. പക്ഷെ കുട്ടിക്കാലം മുതലേ ഈ പല ഭൂതം പ്രേതം എന്നൊക്കെ പറഞ്ഞ് പലതും പറഞ്ഞ് ആളെ വിശ്വസിപ്പിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ രക്തത്തിൽ കലർന്നിട്ടുണ്ടാവും. അപ്പോൾ അത് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ആർക്കെങ്കിലും സാർ മാറ്റിയെടുത്തിട്ടുണ്ടോ? അങ്ങനെ ആ വിശ്വാസങ്ങൾ തെറ്റാണ്, ഇതാണ് സത്യം എന്നുള്ളത് സാർ മാറ്റിയെടുത്തിട്ടുണ്ട്? അപ്പു, ഞങ്ങളുടെ മകൻ, അവൻ എന്തെങ്കിലും ഒരു വിശ്വാസം അവന് ഞങ്ങൾ അടിച്ചേൽപ്പിച്ചിട്ടില്ല. ഞങ്ങൾ വീട്ടിൽ പല കാര്യങ്ങൾ സംസാരിക്കും. ഞാൻ വായിക്കുന്ന പുസ്തകങ്ങൾ അവനുമായിട്ട് ഷെയർ ചെയ്യും, അതിൽ ആശയങ്ങൾ അവനുമായിട്ട് പറയും. അപ്പം മതപരമായ ചടങ്ങുകൾ കൂടാതുള്ള ഒരു സിവിൽ മാരേജ് ആയിരിക്കണം എന്നുള്ളത് അയാളാണ് ഞങ്ങളോട് പറയുന്നത്. ഇപ്പം അതല്ല, ഏതെങ്കിലും ഒരു പ്രേമബന്ധമൊക്കെ ഉണ്ടായി, അപ്പോൾ വീട്ടുകാർ പറയുന്നു മതപരമായ ചടങ്ങേ പറ്റുള്ളൂ എന്ന് അവൻ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന പെൺകുട്ടിയുടെ വീട്ടുകാർ പറഞ്ഞാൽ വേണമെങ്കിൽ ഞങ്ങൾക്ക് ഇതിൻ്റെ ഒരു താല്പര്യത്തിന് വേണ്ടി സഹകരിക്കുന്നതിനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല, ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളുടേതാണ്, പക്ഷെ കല്യാണം നടക്കുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെയും ആവശ്യമാണല്ലോ. അപ്പോൾ അവനാണ് പറഞ്ഞത് അങ്ങനെയുള്ളൊരു വിവാഹം എനിക്ക് വേണ്ട, എന്നെപ്പോലെ മതമുക്തമായ ഒരു ബോധത്തിൽ നിൽക്കുന്ന ഒരു കുട്ടിയെ ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് അയാൾ പറഞ്ഞതാണ്. ഇത് ഞങ്ങൾ കുത്തിവെച്ച
വിശ്വാസമല്ല. അദ്ദേഹം സ്വാഭാവികമായിട്ട് അവന്റെ വളർച്ചയിൽ അവൻ ചുറ്റുപാടിൽ നിന്നും ആർജിച്ചതാണ്. അവൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇതിപ്പോൾ ആനി ചോദിച്ചത് വളരെ നന്നായി. ഡൽഹിയിലെ കേന്ദ്രീയ വിദ്യാലയത്തിലാണ് അയാൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ടീച്ചേഴ്സൊക്കെ എന്തെല്ലാം അബദ്ധങ്ങൾ ചെയ്യാറുണ്ടെന്നുള്ളത് എനിക്കന്ന് മനസ്സിലായി. ഒരു ദിവസം വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ടീച്ചർ വന്നിട്ട് അവൻ്റെ ക്ലാസ്സിലെ കുട്ടികളോട് ഹിന്ദുക്കൾ എണീറ്റ് നിൽക്കൂ, മുസ്ലിങ്ങൾ എണീറ്റ് നിൽക്കൂ എന്നൊക്കെ ആവശ്യപ്പെട്ടു. അപ്പോൾ ഇവൻ അപ്പൂന് അറിഞ്ഞൂടാ എപ്പോഴാണ് എണീറ്റ് നിൽക്കേണ്ടതെന്ന്. കാര്യം അവനെ ഏതെങ്കിലും ഒരു മതത്തിലെ കുട്ടിയായിട്ട് വളർത്തിയിട്ടില്ല. പക്ഷെ അയാൾ എണീറ്റ് നിന്ന് മുസ്ലിങ്ങൾ എണീറ്റ് നിൽക്കൂ എന്ന് പറഞ്ഞപ്പോൾ എണീറ്റ് നിന്നു. കാരണം ഞങ്ങൾ താമസിച്ച ഫ്ലാറ്റിൽ തൊട്ടയലത്തെ മുറിയിൽ മുസ്ലിം കുടുംബമാണ്. അപ്പോൾ അവിടെ ഉജാവുദ്ദീൻ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കൂട്ടുകാരനുണ്ട്. അപ്പോൾ ആ ഒരു അന്തരീക്ഷത്തിൽ വളർന്നു. അപ്പോൾ ഇസ്ലാം എന്നൊക്കെ സംസാരിക്കുന്നവൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവൻ വിചാരിച്ചു ഞാൻ എണീറ്റ് നിൽക്കണമെങ്കിൽ ഇതായിരിക്കും കൂടുതൽ യുക്തിസഹം എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ എണീറ്റ് നിന്നു എന്ന് പറഞ്ഞു. അന്ന് ഞാൻ രാജ്യസഭാ മെമ്പറാണ്. രാജ്യസഭയിൽ ഒരു ചർച്ചയിൽ ഞാനത് ഉന്നയിച്ചു. കേന്ദ്രീയ വിദ്യാലയത്തിലേക്ക് അധ്യാപകർ എങ്ങനെയാണ് ഈ കുട്ടികളെ മതപരമായിട്ട് വേർതിരിക്കുന്നത്, ഇതൊരിക്കലും പാടില്ല എന്ന് പറഞ്ഞു. അപ്പം മകൻ്റെ കാര്യത്തിൽ അവനൊരു ഏതെങ്കിലും ഒരു മതത്തിൻ്റെ വക്താവല്ലാതെ ജീവിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ഏറ്റവും അഭിമാനമുള്ളൊരു കാര്യമാണ്. ചേച്ചിയും സാറും ലവ് മാരേജ് ആയിരുന്നു? ഞങ്ങൾ അറിഞ്ഞുള്ള കല്യാണമായിരുന്നു. ആണോ? സ്നേഹിച്ചുള്ള കല്യാണമായിരുന്നു. അതാ ഒന്ന് എങ്ങനെ അന്നത്തെ കാലത്തല്ലോ അത് നിങ്ങളുടെ കുറച്ചുകൂടെ ന്യൂ ജനറേഷൻ, ഇത് കുറച്ചുകൂടെ മൂത്തല്ലേ? അന്നേരം പറഞ്ഞ അന്നത്തെ ന്യൂ ജനറേഷൻ. അന്നത്തെ പ്രണയത്തെ കുറിച്ചൊന്ന് പറഞ്ഞുതരും. അല്ല, അങ്ങനെ പ്രണയം എന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും ഒരേ സംഘടനയിൽ പ്രവർത്തിച്ചിരുന്ന ആൾക്കാരായിരുന്നു. അല്പം വെള്ളം കുടിക്കട്ടെ. SFIയിൽ അങ്ങനെ കണ്ടു, ഇഷ്ടപ്പെട്ടു, ചോദിച്ചു. അതിങ്ങനെ നേരിട്ട് വന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്, ഇങ്ങനെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ, ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ചേച്ചി എന്നാ പറഞ്ഞു? ഉടനെ മറുപടി പറഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞു? എനിക്ക് വിരോധമില്ല, പക്ഷെ എനിക്ക് എൻ്റെ വീട്ടുകാരുടെ അടുത്ത് ചോദിക്കണം എന്നാലേ പറ്റുള്ളൂ. ഞാൻ നേരെ വീട്ടുകാരുടെ അടുത്ത് പോയി സംസാരിച്ചു. അവർ ബേബിയായിട്ട് സംസാരിച്ചു. അപ്പം വിവാഹ ചടങ്ങുകളൊക്കെ എങ്ങനെയായിരുന്നു? ഇതേമാതിരി മോൻ്റെ ഇവിടെ തിരുവനന്തപുരത്ത് വെച്ച് വിവേകാനന്ദ ഹാൾ എന്നൊക്കെ പറയുന്നത് അവിടെ ഒരു പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു. പാർട്ടിയുടെ നേതാക്കന്മാരെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ ചുമ്മാ മാലയിട്ടു, പരസ്പരം മാലയിട്ടു. എല്ലാം കൂടെ ഒരു 250 രൂപ ആകെ ചിലവായിട്ടുണ്ട്. ഹോൾ വാടകയും മാലയുടെ. അപ്പോൾ നിങ്ങൾ നാരങ്ങ വെള്ളം മറ്റോ കൊടുക്കണ്ടേന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു 5 മിനിറ്റ് കൊണ്ടെല്ലാം കഴിയും. അപ്പം നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടിയല്ലോ ഇവിടെ ആൾ വരുന്നത്. അത് കഴിഞ്ഞാൽ ഉടനെ പോയി അവർക്ക് നാരങ്ങ വെള്ളമോ ബിരിയാണി എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയായിരുന്നു വിവാഹം. സിമ്പിൾ അല്ലേ? അതാ. പിന്നെ ശരിക്കും സാറിൻ്റെ നാട് കൊല്ലത്തല്ലേ? ശരിക്കും അവിടെ ഒരുപാട് മുതലാളിമാരുണ്ട്, അതേപോലെ തൊഴിലാളികളും ഉണ്ട്. പിന്നെ ഈ സ്ഥലത്ത് നിന്ന് സാറിന് രാഷ്ട്രീയക്കാരനായിട്ട് രൂപപ്പെടുത്തുന്നത് കൊല്ലം ജില്ലയിലാണ്. അത് ആ നാട് സാറിന് എന്തോരം സഹായിച്ചിട്ടുണ്ട് ടു ബീങ് എ പൊളിറ്റീഷ്യൻ? ഞാനിവിടെ പ്രാക്കുളം NSS സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ കയർ തൊഴിലാളികളുടെ സംഘടനയും അവരുടെ സമരങ്ങളും ഒക്കെ ഈ തൃക്കരുവ എന്ന് പറയുന്ന പ്രദേശത്ത് വളരെ ശക്തമായിരുന്നു. അന്നവിടെ TV സ്ഥാനദേവൻ എന്ന് പറഞ്ഞിട്ട് കയർ തൊഴിലാളി സംഘടനയുടെ നേതാവുണ്ട്. പിന്നെ MG ധനപാലൻ ചെത്തൊഴിലാളി യൂണിയൻ്റെയും ട്രേഡ് യൂണിയൻ രംഗത്തെ നേതാവാണ്. രാമാനുജൻ പണിക്കർ, ഞങ്ങളുടെ ലോക്കൽ സെക്രട്ടറി ആയിരുന്ന വിക്രമൻ, ഇപ്പോഴും സഹാവുണ്ട്, ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട സഹാവാണ്. പാർട്ടിയുടെ അവിടുത്തെ പക്ഷേ സെക്രട്ടറിയാണ്. ഇവരാണ് പാർട്ടിയിലേക്ക് വിദ്യാർത്ഥി സംഘടന, അന്ന് കേരള സ്റ്റുഡൻസ് ഫെഡറേഷനാണ്. SFI രൂപം കൊണ്ടിട്ടില്ല, 1970 മുമ്പാണ്. അപ്പോൾ വിദ്യാർത്ഥി സംഘടനയെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അന്ന് KSF തെരഞ്ഞെടുപ്പിലെല്ലാം തോക്കുന്ന സംഘടനയാണ്. അപ്പോൾ ഞാനവിടെ സ്കൂളിൽ സ്ഥാനാർത്ഥിയായിട്ട് ഇന്ന് തോറ്റിട്ടുണ്ട്. പക്ഷേ അങ്ങനെ KSFൻ്റെ ഭാഗമായി നിന്ന് തോൽക്കുന്നതും ഒരു സമരമാണ്. അപ്പോൾ തോക്കുന്നതിനകത്ത് കുറച്ചിലില്ല. ഞാൻ കൊല്ലം SM കോളേജിൽ വന്ന് പ്രീ ഡിഗ്രിക്ക് ചേരുമ്പോഴും അന്നവിടെ വിദ്യാർത്ഥി ഫെഡറേഷൻ തോറ്റുകൊണ്ടിരിക്കുന്ന സംഘടനയാണ്. പക്ഷെ ഞങ്ങളുടെ ടീം തോക്കുകയും ചെയ്തു, തൊട്ടടുത്ത വർഷം ജയിക്കുകയും ചെയ്തു. അപ്പോൾ വൈകുന്നേരങ്ങളിൽ പലപ്പോഴും വീട്ടിൽ പോകുന്നതിന് പകരം പാർട്ടി ഓഫീസിലാണ് പോവുക. കമ്മിറ്റികളൊക്കെ ഉണ്ടാവും രാത്രി വൈകുന്നത് വരെ. അത് കഴിഞ്ഞാൽ പാർട്ടി ഓഫീസ് തന്നെ നിലത്തൊരു പായെല്ലാം വിരിച്ചു അവിടെ കിടക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു സ്വാഭാവികമായി അങ്ങ് സംഭവിച്ചതാണ് മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തനമാകുക എന്നുള്ള കാര്യം. അതിൽ അടിയന്തരാവസ്ഥയും ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ചേച്ചിയും SFI പ്രവർത്തകയൊക്കെ ആയിരുന്നില്ലേ? ഇപ്പൊ കല്യാണത്തിന് ശേഷം ഒക്കെ ചേച്ചി ഇപ്പോഴും രാഷ്ട്രീയമായിട്ടുണ്ടോ അതോ കംപ്ലീറ്റ്ലി ഹൗസ് വൈഫ് ആണോ?
അല്ല, ഞാൻ പാർട്ടി മെമ്പറാണ്. ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഇതേപോലത്തെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ കുടുംബിനിയാണ്. ഓക്കെ, അപ്പൊ ചേച്ചി രാഷ്ട്രീയമായിട്ട് അങ്ങനെ സോഷ്യൽ ഇഷ്യൂസ് അങ്ങനെയൊന്നുമില്ല? തീർച്ചയായിട്ടും ഉണ്ട്. അങ്ങനെ ഇഷ്യൂ വൈസ് ഞാൻ പിന്നെ പാർട്ടി പരിപാടികൾക്കൊക്കെ പോവാറുണ്ട്. ഓക്കെ ചേച്ചി, ഇപ്പൊ സാർ കയറി വന്ന സമയത്ത് പറഞ്ഞല്ലോ ഇപ്പം സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കണം, പക്ഷെ സ്ത്രീകൾക്ക് നേരെയാണ് ഏറ്റവും കൂടുതൽ ആക്രമണം എന്ന് പറഞ്ഞു. ബീങ് എ സോഷ്യൽ ആളെന്ന രീതിയിൽ ചേച്ചിക്ക് അങ്ങനെ ഇപ്പൊ നമ്മുടെ പത്രങ്ങളിലും അല്ലാതെ തന്നെ ഇഷ്ടംപോലെ വാർത്തകൾ കേൾക്കുന്നുണ്ട്. ബീങ് എ വിമൻ ചേച്ചിക്ക് എന്നതേലും അതിനെതിരായിട്ട് ചെയ്യണം എന്നോ എന്തെങ്കിലും തോന്നിയിട്ടില്ലേ ചേച്ചി? കുഞ്ഞുങ്ങളെ വീട്ടിൽ നിന്ന് തന്നെ ബോധവൽക്കരിക്കണം. ആൺകുട്ടികളായാലും ശരി, പെൺകുട്ടികളായാലും ശരി. ഈ സമൂഹം മാറ്റപ്പെടണം എന്നുണ്ടെങ്കിൽ സംഘടനകളും കുടുംബങ്ങളും മാതാപിതാക്കളും അധ്യാപകരും ഒരുമിച്ച് പ്രവർത്തിച്ചാലേ പറ്റുള്ളൂ. കുഞ്ഞുങ്ങളെ ബോധവൽക്കരിക്കണം. ഇപ്പം ക്രൈം നടക്കണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്രിമിനൽ ടെൻഡൻസി ഉള്ള ആളുടെ മാനസിക സ്ഥിതി, പിന്നെ അതെല്ലാം നമ്മൾ അസസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് വരുത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ സമൂഹം തന്നെ പിന്നെ ഇത് ചെയ്യാം, എന്താ, അതെ. അല്ലാതെ നമുക്ക് ഇതിന് മേലെ ഒന്നും ചെയ്യാനൊക്കെ അല്ലേ ചേച്ചി? ഒരു കറക്റ്റ് പണിഷ്മെന്റ് കൊടുത്താലല്ലേ സർ? ഇപ്പൊ ഞാൻ പറയുന്നത് തന്നെ, ഇപ്പം സൂര്യൻ ഉദിക്കുന്ന സമയത്ത് തന്നെ ഒരു തെറ്റുണ്ടായ അത് അസ്തമിക്കുന്നതിന് മുൻപേ ഒരു ശിക്ഷ കൊടുക്കേണ്ടതായിരിക്കണം ഒരു ഭരണകൂടം, അല്ലേ സർ? അതിൽ യാതൊരു സംശയവുമില്ല. ഈ ശിക്ഷ ഒരു ഡിറ്ററൻ്റ്, ഇത്തരം കുറ്റകൃത്യങ്ങൾ നടക്കുന്നത് തടയാൻ കുറ്റവാളികളെ കൃത്യമായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ച് നിയമപ്രക്രിയയിലൂടെ അവർക്ക് വൈകാതെ ശിക്ഷ കൊടുക്കുന്നത്, മാതൃകാപരമായ ശിക്ഷ കൊടുക്കുന്നത് കുറ്റങ്ങൾ വ്യാപിക്കുന്നത് തടയുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കും എന്നുള്ളത് പൊതുവിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ, കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ, ഇത്തരം കേസുകൾ വിചാരണ ചെയ്യാൻ പ്രത്യേക കോടതികൾ വേണം, അതിവേഗ കോടതികൾ വേണം എന്നെല്ലാമുള്ള ആവശ്യം ഉയർന്നു വരുന്നത്. പക്ഷെ അതേസമയം നമ്മളിതിൻ്റെ ചില പശ്ചാത്തലം, ഇപ്പോൾ ബെറ്റി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, കുറ്റവാളികൾ എങ്ങനെ രൂപമെടുക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിന് വളരെ ലളിതമായൊരു ചോദ്യം നമ്മളോട് ചോദിച്ചാൽ മതി. ഏതെങ്കിലും ഒരു കുഞ്ഞ് കുറ്റവാളിയായിട്ട് പിറന്നു വീഴുന്നുണ്ടോ? ഇല്ലല്ലോ. കുറ്റവാളികളെ മുഴുവൻ സൃഷ്ടിക്കുന്നത് സമൂഹമാണ്, നമ്മളെല്ലാം കൂടിയാണ്. പ്രത്യക്ഷത്തിൽ നമ്മളെല്ലാം കൂടി എന്ന് പറഞ്ഞ് നമ്മൾ ആ കുറ്റം സ്വയം ഏറ്റെടുക്കുന്നത് അഭികാമ്യമാണോ എന്നൊക്കെയുള്ള ചോദ്യം പ്രസക്തമാണെങ്കിൽ പോലും. അപ്പം സാമൂഹ്യ ചുറ്റുപാടുകൾ, ഇപ്പോൾ പാവങ്ങളെന്ന് പറയുന്ന പിന്നെ വിക്ടർ ഹ്യൂഗോവിൻ്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള നോവൽ, ഇതിഹാസ നോവൽ, അതിലെല്ലാം പ്രതിപാദിക്കുന്ന ഒരു മെഴുതിരിക്കാലെടുത്തുകൊണ്ട് പോയി അയാളെ പിടിച്ച് പിന്നെ കൊണ്ടുവരികയാണ് മെത്രാൻ്റെ അടുത്ത്. അപ്പോൾ മെത്രാൻ പറയുന്നത്, അയ്യോ ഞാൻ കൊടുത്തതാണത്, രണ്ടെണ്ണം കൊടുത്തിരുന്നു, ഒരെണ്ണം ഇവിടെ മറന്നു വെച്ചു പോയി എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ മാനസാന്തരപ്പെടുത്തുന്ന ഒരു സമീപനമുണ്ട്. ആ കുറ്റവാളിയെ സ്വയം തിരിച്ചറിയാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു സമീപനമുണ്ട്. ഇത് സമൂഹത്തിന് കൂട്ടായിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ടോ? രണ്ട്, ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന കുറ്റകൃത്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന അന്തരീക്ഷം, ഇതെല്ലാം കുറ്റവാളികളെ ന്യായീകരിക്കാനേ അല്ല ഞാനീ പറയുന്നത്. എങ്ങനെ കുറ്റവാളികൾ ഉണ്ടാവുന്നു എന്നുള്ളത് നമ്മൾ കാണണം. അതേസമയം ഇന്നത്തെ നിലയിൽ കുറ്റകൃത്യങ്ങൾക്ക് മാതൃകാപരമായ ശിക്ഷ കൊടുക്കണം, അതിന് അതിവേഗത്തിൽ ആ ശിക്ഷ കൊടുക്കാൻ കഴിയണം. ഇത് രണ്ടും കൂടി വേണം. ഭരണപരമായ ഇടപെടലും വേണം, വിദ്യാഭ്യാസവും ബോധവൽക്കരണവും. സമൂഹത്തെ സംസ്കാര സമ്പന്നമായൊരു സമൂഹമായിട്ട് മാറ്റാൻ കഴിയണം. എല്ലാവർക്കും വിദ്യാഭ്യാസം, എല്ലാവർക്കും തൊഴിൽ, എല്ലാവർക്കും അന്തസ്സായി ജീവിക്കാൻ കഴിയുന്നൊരു സാഹചര്യം. അങ്ങനെ വരുമ്പോൾ ഈ കുറ്റകൃത്യങ്ങളുടെ വലിയൊരു ശതമാനം, അതിന് ഏറ്റവും നല്ല ഉദാഹരണം സ്കാൻഡിനേവിയൻ രാജ്യങ്ങളാണ്. ഇന്നിപ്പോൾ എത്രയോ പഠനങ്ങൾ അതിനെക്കുറിച്ച് വരുന്നു. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ ഒരുതരം സോഷ്യലിസമാണ്, എന്നാണ് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത്. അതിനെക്കുറിച്ച് വിമർശനങ്ങളുമുണ്ട്. പക്ഷേ അവിടെ സ്ഥാപിക്കാൻ കഴിഞ്ഞ വെൽഫെയർ സ്റ്റേറ്റ്, ക്ഷേമരാഷ്ട്രം, അതിൻ്റെ ഭാഗമായി കുറ്റകൃത്യങ്ങൾ അവിടെ തുലവും കുറവാണ്. ഇതെല്ലാം നമ്മൾ പഠിക്കണം ഈ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യും. സർ, അതേപോലെ തന്നെ ഇപ്പോൾ പെൺകുട്ടികൾക്ക് പോലും പെൺകുട്ടിയായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ അതിന് വിദ്യാഭ്യാസം കൊടുക്കണ്ട അങ്ങനെയൊക്കെ പറഞ്ഞ് തള്ളിപ്പെടാറുണ്ട് ആ കുട്ടിക്ക് ശരിക്കും പറഞ്ഞാൽ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് ഗവൺമെൻറ് വൈസ് എന്തെങ്കിലും ആ കുട്ടിക്ക് ഒരു ഹെൽപ്പ് ചെയ്യാൻ, അറ്റ്ലീസ്റ്റ് ഒരു 1 ലക്ഷം രൂപ അങ്ങനെ ആ കുട്ടിയുടെ പേരിൽ തന്നെ ഡെപ്പോസിറ്റ് കൊടുത്ത് അതിൻ്റെ ലൈഫ് ലോങ് പഠിക്കാനുള്ളതും കല്യാണം കഴിക്കാനുള്ളതും എല്ലാം ആവില്ലേ? അങ്ങനെയൊക്കെ ഹെൽപ്പ് ഗവൺമെൻറ്റിന് ചെയ്യാനൊക്കില്ലേ? ഗവൺമെൻറ് അത്തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന ആനിയുടെ അഭിപ്രായത്തോടെ ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്.
വിശേഷിച്ച് സ്ത്രീയാണെന്നുള്ളത് കൊണ്ട് മാത്രം അതെ. യാതൊരു ന്യായവുമില്ലാത്ത അവഗണന നൂറ്റാണ്ടുകളായിട്ട് ഇപ്പം വളരെ പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകമുണ്ട്. അതിൻ്റെ അവസാനം ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി, സ്ത്രീക്ക് സ്വാതന്ത്ര്യം അർഹിക്കുന്ന കാര്യം എല്ലാ കാലത്തും. പിന്നെ അച്ഛൻ പിന്നെ കുഞ്ഞായിരിക്കുമ്പോൾ അച്ഛൻ നോക്കിക്കോളും, പിന്നെ ഭർത്താവ് നോക്കിക്കോളും, പിന്നെ മക്കൾ നോക്കിക്കോളും എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആശയം എന്ന് പറഞ്ഞാൽ സ്ത്രീ ഒറ്റയ്ക്ക് ബുദ്ധിമുട്ടണ്ട, സ്ത്രീയുടെ കാര്യം ബാക്കി എല്ലാവരും നോക്കിക്കോളൂ എന്നുള്ളതാണ്. അത് ശുദ്ധ അബദ്ധമാണ്. ഓരോരുത്തർക്കും ഈ സമൂഹത്തിൽ സ്വതന്ത്രമായി നിൽക്കാനും വളരാനുമുള്ള അവകാശമുണ്ട്. അപ്പോൾ സ്ത്രീക്ക് ആ അധികാരം പകർന്നു കൊടുക്കാൻ ഒരു 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 ഭരണകൂടത്തിനുള്ള പങ്ക് വളരെ പ്രധാനമാണ്. ഇത് പറയുമ്പോൾ ഒന്നുകൂടെ ഞാൻ യാദൃച്ഛികമായിട്ട് എൻ്റെ ഓർമ്മയിലേക്ക് വരികയാണ്. സ്ത്രീക്ക് വോട്ടവകാശം ഉണ്ടായിരുന്നില്ല. സ്ത്രീ വോട്ടവകാശം കിട്ടിയത് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളെന്ന് പറയുന്ന രാജ്യങ്ങളിലെല്ലാം റഷ്യൻ വിപ്ലവം 1917 നടന്നു. ഇതതിൻ്റെ 100ാം വാർഷികമാണ്. റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് അവിടെ സ്ത്രീകൾക്ക് വോട്ട് ചെയ്യാനും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും തിരഞ്ഞെടുക്കപ്പെടാനുമില്ലാനുള്ള അവകാശം ലെനിൻ്റെ നേതൃത്വത്തിൽ വിപ്ലവ റഷ്യയിൽ നൽകപ്പെട്ടതിനെ തുടർന്നാണ് ഇംഗ്ലണ്ടിൽ, അമേരിക്കയിൽ, ഫ്രാൻസിൽ, ജർമ്മനിയിൽ, നിങ്ങൾ ആധുനികമായി ഏതെല്ലാം രാജ്യങ്ങൾ ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ എന്ന് പറഞ്ഞ രാജ്യങ്ങളുണ്ടോ അവിടെ എല്ലാം സ്ത്രീക്ക് വോട്ടവകാശം കിട്ടി ഇതിന് ശേഷമാണ്. ഒരു കൗതുകകരമായ കാര്യം കൂടി ഞാൻ പറയാം. ജനാധിപത്യത്തെക്കുറിച്ച് ലോകത്ത് ഏറ്റവും പ്രശസ്തമായ നിർവചനം നൽകിയിട്ടുള്ളത് എബ്രഹാം ലിങ്കനാണ്. ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ. ആ നിർവചനം എബ്രഹാം ലിങ്കൻ പറയുമ്പോൾ ആ പീപ്പിളിൽ സ്ത്രീ ഇല്ല, സ്ത്രീക്ക് വോട്ടവകാശം ഇല്ല അമേരിക്കയിൽ. ഇത് പലർക്കും പറഞ്ഞുകൂടെ? അപ്പോൾ ഈ സ്ത്രീ അനുഭവിച്ചിട്ടുള്ള അവഗണന എന്ന് പറയുന്നത് അതിഭീകരമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പലിശ സഹിതം തിരിച്ചു കൊടുക്കണമെന്ന് പറയുന്നത് പോലെ സ്ത്രീകൾ ഇത്രയും നൂറ്റാണ്ടുകളായി ആയിരക്കണക്കിന് വർഷമായി അനുഭവിച്ച അടിച്ചമർത്തലും അവഗണനയും തീരണമെങ്കിൽ അതിൻ്റെ പലിശ കൂടെ ചേർത്ത് സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുക്കണം, അവസരങ്ങൾ കൊടുക്കണം. ഇപ്പം പാർലമെൻറ്റിൽ 1/3 ഭാഗം നിയമസഭകളും പാർലമെൻറ്റിലും സ്ത്രീക്ക് സംവരണം വേണമെന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ കേമന്മാരും ഇരുന്ന് പറയുന്നുണ്ട്, വാചകം അടിക്കുന്നുണ്ട്. പക്ഷെ പാർലമെൻറ്റിൽ അത് പാസ്സാക്കാൻ പറ്റുന്നില്ല. ഒരു സമൂഹത്തിൽ സ്ത്രീയുടെ പദവി എന്താണെന്ന് നോക്കിയാൽ അറിയാം ആ സമൂഹം എത്രത്തോളം വളർന്നിട്ടുണ്ട് എന്ന്, ജനാധിപത്യപരമാണ് എന്നുള്ളത്. അപ്പൊ ഞാൻ ഇനി ആഹാരം വിളമ്പിയിട്ട് കുറച്ച് സിനിമാ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചോക്കട്ടെ. ആദ്യമായിട്ട് ഈ വിളമ്പുന്ന ആഹാരം എങ്ങനെ ഉണ്ടെന്നുള്ള അഭിപ്രായം ഞങ്ങൾ പറയും. അത് പിന്നെ ധൈര്യമായിട്ട് പറഞ്ഞു, ഒരു വിഷമമില്ല. ആനി കഴിക്കണ്ട, ചേച്ചി സാറും കഴിച്ചു നോക്കണം. കഴിക്കാന്നുള്ളതാണ് ഞങ്ങളുടെ അടുത്ത കടമ. ചേച്ചി വീട്ടില് അങ്ങനെയല്ലേ, നമ്മളൊരു ഗസ്റ്റ് ഒക്കെ വരുമ്പോ വിളമ്പി കൊടുത്തിട്ട് പിന്നെയല്ലേ നമ്മള് കഴിക്കുള്ളൂ. അതിനോട് എനിക്ക് ബേബി എപ്പോഴും ഒരുമിച്ചിരുന്ന് കഴിക്കണം. ഏട്ടൻ അങ്ങനെ പറയാ. ആണുങ്ങൾ കഴിച്ചതിന്റെ ബാക്കി കഴിക്കാനല്ല സ്ത്രീകൾ ഒപ്പം ഇരുന്ന് തുല്യ അവകാശത്തോടു കൂടി കഴിക്കണം. ഏറ്റവും വലിയ കഷ്ണം എടുത്ത് കഴിക്കണം. എന്തായാലും സാറും ചേച്ചി ഇപ്പൊ കഴിച്ചിട്ട് ഒന്ന് അഭിപ്രായം പറയണം. കറി അസാധ്യമായിട്ട് നന്നായിട്ടുണ്ട്, പത്തിരിയും നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ട്. പത്തിരിയും മീൻകറിയും എന്ന് പറയുമ്പം ഭക്ഷണത്തിലൊരു വലിയ മതസൗഹാർദ്ദം അതിനകത്തുണ്ട്. പത്തിരി കൂടുതലും ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരാണ്, പക്ഷെ എല്ലാവരും കഴിക്കുന്നുണ്ട്. മീൻകറി എന്ന് പറയുമ്പം ബാക്കി എല്ലാവരും ഉണ്ട്. അപ്പം ഒരു 2 വിഭവത്തിലൂടെ വലിയൊരു മതസൗഹാർദ്ദം കൊണ്ടുവരാനും ഒക്കെ കഴിഞ്ഞത് കൺഗ്രാജുലേഷൻസ്. പിന്നെയോ അതീവ രുചികരമായ പ്രിപ്പറേഷൻ, അമ്മയൊക്കെ വെക്കുന്ന ഒരു രുചി. ഓരോരുത്തർക്കും അവരുടെ രുചിയുടെ അളവ് പോലെ അവരുടെ അമ്മ തയ്യാറാക്കിയിട്ടുള്ള കറിയാണ്. ആനി അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് എന്റെ രുചിയുടെ അളവ് പോലെ തന്നത് എന്റെ അമ്മായിയമ്മയാണ്. എന്റെ അമ്മ ശരിക്കും എനിക്ക്, ഞാൻ കുഞ്ഞായിരുന്നപ്പോഴേ എന്റെ അമ്മ എന്നെ മരിച്ചുപോയി. അപ്പൊ എനിക്ക് അളവ് പോലെ തന്നത് അമ്മയാണ്, ഏട്ടന്റെ അമ്മയാണ്. ഏട്ടന്റെ അമ്മ തന്നെയാണ് പിന്നെ അമ്മായിയമ്മ യഥാർത്ഥത്തിൽ അമ്മയായിട്ട് മാറി. അതെ, എല്ലാം ഈ പാചകത്തെ കുറിച്ചുള്ള ബേസ് എല്ലാം പഠിപ്പിക്കുന്നത് അമ്മ തന്നെ. സാറിന് ഈ ഫിലിമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്സ് ഉണ്ടെന്നറിയാം, സുഹൃത്തുക്കൾ ഒരുപാടുണ്ട്. എപ്പോഴും ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണെന്നറിയാം. അതിനെക്കുറിച്ച് ഒക്കെ സാർ, കലാരംഗത്തോടുള്ള ഒരു അടുപ്പം? അത്
സിനിമ ഇഷ്ടപ്പെടാത്ത മനുഷ്യരുണ്ടാവില്ല. കലകളുടെ കൂട്ടത്തിലുള്ള ഏറ്റവും ആധുനികമായ കലാരൂപമാണ് സിനിമ. സിനിമയിൽ എല്ലാ കലകളും ഉണ്ട് ഇല്ലേ? ദൃശ്യമുണ്ട്, പെയിന്റിംഗ് ഉണ്ട്, ശില്പമുണ്ട്, ഈ പ്രപഞ്ചം മുഴുവനുണ്ട്. എല്ലാം ഷൂട്ട് ചെയ്യാം. അഭിനയമുണ്ട്, സാഹിത്യമുണ്ട്, സംഗീതമുണ്ട്, അപ്പം സാങ്കേതിക വിദ്യയുണ്ട്. ഇപ്പൊ സിനിമയിൽ ഇല്ലാത്തൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ പരാമർശിച്ച റഷ്യൻ വിപ്ലവത്തിനൊക്കെ നേതൃത്വം കൊടുത്ത ലെനിൻ സിനിമ ഇതുപോലെ വികസിച്ചിട്ടില്ലാത്ത കാലത്ത് പറഞ്ഞു ഈ നൂറ്റാണ്ടിൻ്റെ കലാരൂപമാണ് സിനിമ എന്ന് പറഞ്ഞു. അന്ന് നിശബ്ദ സിനിമയേ ഉള്ളൂ ലെനിൻ്റെ കാലത്ത്. ഐസൻസ്റ്റൈൻ എന്ന് പറയുന്ന വളരെ പ്രശ്നമായിട്ടുള്ള ചലച്ചിത്ര സംവിധാനമുണ്ട്, പുഡോഫ്കിനുണ്ട്. ഗോർക്കിയുടെ അമ്മ സിനിമയാക്കിയതാണ് പുഡോഫ്കിൻ. ബാറ്റിൽ ഷിപ്പ് പൊതംകിൻ എന്ന് പറഞ്ഞിട്ട് 1905 റഷ്യയിൽ നടന്ന ഒരു വിപ്ലവ ശ്രമം അതിനെ മുൻനിർത്തിയിട്ട് ഐസൻസ്റ്റൈൻ നിർമ്മിച്ചിട്ടുള്ള സിനിമ. അതിൽ ചലച്ചിത്രം പഠിക്കുന്നവർക്കുള്ളൊരു പാഠപുസ്തകമാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടാണ് ഞാൻ വളർന്നത്. പക്ഷെ ഞാൻ കുട്ടിക്കാലത്ത് നമ്മുടെ സത്യൻ്റെയും നസീറിൻ്റെയും മധുവിൻ്റെയും ഷീലയുടെയും ശാരദയുടെയൊക്കെ സിനിമകൾ കണ്ടാണ് വളർന്നത്. അപ്പോൾ ചിലപ്പം ഞങ്ങൾ പ്രാക്കുളത്ത് താമസിക്കുമ്പോൾ അഞ്ചാലിമൂട്ടിലാണ് ഒരു തിയേറ്ററുള്ളൂ, ചന്ദ്ര തിയേറ്റർ. അപ്പോൾ ഒരു 3 കിലോമീറ്റർ നടന്നു പോകണം. അപ്പം അമ്മയുടെ അടുത്ത് പൈസ വാങ്ങിച്ചിട്ട് ഞാനും എൻ്റെ തൊട്ട് മൂത്ത ജ്യേഷ്ഠനുണ്ട് ജോൺസൺ, പുള്ളിപ്പോൾ കോഴിക്കോടാണ്, ഞങ്ങൾ സിനിമയ്ക്ക് പോകും. ചില ദിവസം പൈസ ഉണ്ടാവില്ല വീട്ടിൽ. അപ്പോൾ അമ്മയുടെ അടുത്ത് വഴക്കിടും. അപ്പം അമ്മ പറയുന്നത് ശരി, മൂപ്പരെ വിളിച്ചുകൊണ്ട് വന്ന് 2 തേങ്ങ അടത്തി ആ കാഞ്ഞാവളി കൊണ്ടുപോയി ആ തേങ്ങ വിൽക്കണം, എന്നിട്ട് ആ പൈസയും കൊണ്ട് സിനിമ കാണാൻ പോകും. അങ്ങനെ സിനിമ അന്ന് അങ്ങനെ കണ്ട ഒരു സിനിമയാണ് പട്ടുതൂവാല. ഞാൻ മധുസാറിനോട് ഇത് പറഞ്ഞിട്ടുണ്ട്, മധുസാർ അഭിനയിച്ചിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ ഉള്ള സിനിമകൾ കണ്ട് അന്ന് പാട്ടുപുസ്തകമുണ്ട്. പലപ്പോഴും മുമ്പിലാണ് പോയിരിക്കുന്നത്, അവിടെ കപ്പലണ്ടി കൊണ്ടുവരും, പാട്ടുപുസ്തകം കൊണ്ടുവരും. ദാസേട്ടനൊരു പടമുള്ള പാട്ടുപുസ്തകം അല്ലേ? അത് സാർ വാങ്ങിച്ചിട്ട് പാട്ട് പാടാൻ ശ്രമിച്ചിട്ടുണ്ട്? പാട്ട് പാടാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ അത് കേൾക്കുന്നവരുടെ ഒരു അവസ്ഥ ആലോചിച്ചിട്ട് ഞാൻ വളരെ പെട്ടെന്ന് അതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. ചേച്ചി എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ സാറ് പാടുന്നേ? വളരെ അപൂർവം പാടും, പക്ഷെ എന്നാലും ബേബി ആസ്വാദകനാണ് ശരിക്കും പാടുന്നേ. കാട്ടില് നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് സാറിനോട് പ്രത്യേക ഒരു റെസ്പെക്ട് തോന്നിയത് എന്നാന്നറിയാവോ? ശരിക്കും ചേച്ചി ഒരു കാര്യമുണ്ട്, നമ്മളിപ്പം ഏറ്റവും കൂടുതൽ ഫെയിമും എന്നാ പറയുന്ന പൈസ വൈസ് ആണെങ്കിലും സെലിബ്രിറ്റി വൈസ് ആണെങ്കിലും എല്ലാം ആണെങ്കിലും ഒരാൾക്ക് ഒരു പദവി ഉള്ള സമയത്ത് എല്ലാവരും നമ്മളെ പരിഗണിക്കും, ഈച്ച് ആൻഡ് എവറി പേഴ്സൺസ്. എന്നാൽ അവരുടെ ഇതെല്ലാം ഫെയ്ഡ് ഔട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ മനസ്സിൽ പോലും ഈ കാണുന്ന ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാവില്ല. പക്ഷെ സാറിനോടുള്ള റെസ്പെക്റ്റ് എന്താണെന്ന് വെച്ചാൽ സ്വരലയിലൂടെ സർ ഒരുപാട് പഴയ ഗായകന്മാരെ കൊണ്ടുവന്നു, അവർക്ക് അംഗീകാരം കൊടുത്ത് അവരെ സദസ്സിൻ്റെ മുമ്പിൽ അവർക്കുണ്ടായിരുന്ന ആ ഫെയിമിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തതിൽ ശരിക്കും സാറിനോട് ഒരു പ്രത്യേക ഒരു സല്യൂട്ട് ഉണ്ട്, ഒരു പ്രത്യേക റെസ്പെക്റ്റ് ഉണ്ട് സാറിനോട്. അത് സാറാണ് പ്രത്യേക ഇനിഷ്യേറ്റീവ് എടുത്തത്. ഇല്ല, ഞങ്ങൾ ഒരു കൂട്ടം ആളുകളാണ്, ഇതൊന്നും ആരെങ്കിലും ഒരാൾ ചെയ്യുന്നതല്ല. ഈ സമയമുള്ള പലരും നമ്മുടെ സമൂഹത്തിലുണ്ട്, കൂട്ടായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഈ പറഞ്ഞത് ശരിയാണ്, പഴയകാലത്തെ പ്രതിഭകളെ പലപ്പോഴും നമ്മൾ പിന്നീട് മറന്നുപോകും എന്നുള്ളതുകൊണ്ട്. ഇപ്പോൾ 106 വയസ്സായിട്ടുള്ള പാപ്പക്കുട്ടി ഭാഗവതരുണ്ട് കൊച്ചിയിൽ, ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം വിളിക്കും. ഇപ്പോഴും കഴിഞ്ഞ ദിവസം ഞാൻ പത്രത്തിൽ കണ്ടു 100 വയസ്സായ വലിയ മെത്രാപ്പോലീത്ത ക്രിസോസ്റ്റം തിരുമേനി പാപ്പക്കുട്ടി ഭാഗവരും കൂടെ ഒരുമിച്ച്. അപ്പം സോജ രാജകുമാരി ഈ പാപ്പക്കുട്ടി ഭാഗവർ പാടുന്നു ക്രിസോസ്റ്റം തിരുമേനിക്ക് വേണ്ടി. അവരെല്ലാം പ്രതിനിധാനം ചെയ്യുന്ന കലയോടുള്ളൊരു വലിയ പ്രതിബദ്ധതയുണ്ട്, മറ്റൊന്നും അവർക്ക് പ്രശ്നമല്ല. അതെല്ലാം നമ്മൾ ആദരിക്കണം. പുതിയ തലമുറയ്ക്ക് ഇപ്പം ടെലിവിഷനിലെല്ലാം പിന്നെ റിയാലിറ്റി ഷോകളെല്ലാം ഉണ്ട്, ഇൻസ്റ്റൻറ്റ് ഹീറോസായിട്ട് മാറുകയാണ്, സെലിബ്രിറ്റി ആയിട്ട് മാറുകയാണ്. പക്ഷെ ഇവരൊക്കെ എത്രയോ കാലം പഠിച്ചിട്ടാണ്. ദാസേട്ടൻ ഇപ്പോഴും മദ്രാശിയിലെ മ്യൂസിക് സീസണിൽ നവംബർ ഡിസംബറിലാണ് എല്ലാ മ്യൂസിക് സീസണിലും അദ്ദേഹം കച്ചേരി അവതരിപ്പിക്കുമ്പോൾ പുതിയ എന്തെങ്കിലും ഒരു കൃതി പാടി അവതരിപ്പിക്കും. അതിനുവേണ്ടി ഈ ഇടക്കാലത്ത് അദ്ദേഹം പഠിക്കുകയാണ്. പുതിയ തലമുറയിൽപ്പെട്ട ഒരു ഇപ്പം 75 വയസ്സായി, പക്ഷെ ഇപ്പോഴും പഠനം തുടരുകയാണ്. അപ്പം അതെല്ലാം നമ്മൾ ആദരിക്കുക എന്ന് പറയുന്നത് അവരുടെ സംഗീത പ്രതിബദ്ധതയോട് അല്ലെങ്കിൽ സാഹിത്യ പ്രതിബദ്ധതയോടുള്ള നമ്മുടെ ആദരവ്. സാറിന്റെ മക്കൾ എങ്ങനെയാ? സാറിന് ഇപ്പോൾ രാഷ്ട്രീയത്തിലോട്ടാണോ അതോ വേറെ? അപ്പു ചേച്ചി പറയും. അപ്പു പിന്നെ ആ സമയത്ത് എനിക്ക് തിന്നാവില്ല. സന്തോഷം. അല്ല, പോളിറ്റിക്സ് ഇല്ലാത്ത ആരും ഇല്ലല്ലോ, എല്ലാവരും വോട്ട് ചെയ്യണവരല്ലേ. അങ്ങനെയുള്ള പൊളിറ്റിക്സ് ഉണ്ട്, ചിന്താഗതിയൊക്കെ ഉണ്ട്. പക്ഷെ അവൻ കൂടുതൽ ആക്റ്റീവായത് സംഗീത രംഗത്താണ്. മ്യൂസിക്. ഞാൻ ഇടയ്ക്ക് ഇടപെടുകയാണ്.
യാദൃശ്ചികമായിട്ട് വലിയ കൗതുകരമായ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. ഞാൻ കൊല്ലത്ത് എസ് എൻ കോളേജ് യൂണിയൻ്റെ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ട് ജയിച്ചിട്ടുണ്ട്. അപ്പു അയാളുടെ കോളേജ് വിദ്യാഭ്യാസത്തിനിടയ്ക്ക് മത്സരം ജയിച്ചത് ആർട്സ് ക്ലബ് സെക്രട്ടറി. അപ്പന്റെ പാത തന്നെ മോനും പിന്തുടർന്നു. യാദൃശ്ചികമായിട്ട് സംഭവിച്ചതാണ്. അതാ. എന്നിട്ട് ചേച്ചി പിന്നെ മ്യൂസിക്കില് കുഞ്ഞുനാളിൽ അവന് താളബോധം ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ബേബി മൃദംഗം പഠിപ്പിക്കുക. അപ്പോൾ ശരിക്കും ഒരു 4 വയസ്സിലൊന്നും മൃദംഗം പഠിക്കാറായിട്ടില്ല, വിരലുകൾ ഉറച്ചിട്ടില്ലല്ലോ. പക്ഷേ ആ ഗുരു പറഞ്ഞു, ഡൽഹിയിൽ വെച്ചിട്ട് പ്രേംകുമാർ എന്ന് പറഞ്ഞു, ഓൾ ഇന്ത്യ റേഡിയോയിൽ വർക്ക് ചെയ്യണം. അദ്ദേഹം പറഞ്ഞു, ഇല്ല കുഴപ്പമില്ല, ഞാൻ എഴുതിയെടുത്താൽ മതി, മോന് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 4 വയസ്സിൽ തുടങ്ങി മൃദംഗം. അവൻ എനിക്ക് തോന്നുന്നു ലോക്ക് പഠിക്കണ ഇതുവരെ ഘട്ടം വരെ മൃദംഗം തുടർന്നു. പിന്നെ അവൻ്റെ ഇൻട്രസ്റ്റ് മാറി ഗിറ്റാറിലേക്ക്. ഗിറ്റാർ പിന്നെ ഇത് സിന്തസൈസർ ഇതൊക്കെ. അല്പം കൂടെ കറി എടുത്തോട്ടെ. എന്നോട് ഇച്ചിരി മതി എന്ന് പറഞ്ഞാൽ അപ്പൊ സ്വാദിഷ്ടായിട്ടുണ്ട്. അത് നന്നായിട്ടുണ്ട്. തീർക്കാൻ വേണ്ടിയാണ് പത്തിരി പറഞ്ഞു പറ്റി പറഞ്ഞു. അങ്ങനെ ഗിറ്റാറ് പിന്നെ ഇവരൊരു പിന്നെ ഓഡിയോ എൻജിനീയറിങ് പഠിക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായൊരു സൗഹൃദക്കൂട്ടം. അതിൽ ഗോവിന്ദ് മേനൻ, സിദ്ധാർത്ഥ് മേനൻ ഇവരെല്ലാവരും കൂടെ, മോൻ ഇവരൊക്കെ കൂടെ തൈക്കുടം ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട് ഒരു ബാൻഡ് ഒരു താൽക്കാലികമായിട്ട് ഫോം ചെയ്തതാണ്. ഒരു ചാനലിൻ്റെ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്ത. പക്ഷെ അതെന്തോ ഭാഗ്യത്തിന് എല്ലാവർക്കും ഇഷ്ടമായി. ന്യൂ ജനറേഷൻ പിള്ളേർ മുഴുവൻ തൈക്കുടം ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങ് ക്രേസ്. അങ്ങനെ എൻ്റെ മോനെ അതിൽ റിഥം ഗിറ്റാറിസ്റ്റായിട്ട്. ഓക്കെ സർ, ഒരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പം നമ്മൾ പണ്ടൊക്കെ ഈ എൻ്റെ ഒരു കാലഘട്ടത്തിൽ ഞാൻ പറയുവായിരുന്നു, പണ്ടൊക്കെ ഒരു പൊളിറ്റീഷ്യൻ വന്ന് ഈ കവലയിലൊക്കെ പ്രസംഗിക്കുവാണെങ്കിൽ ഒത്തിരി ജനക്കൂട്ടം കാണാവേ, നമുക്ക് ട്രാഫിക് ബ്ലോക്കോ അതും ഇതൊക്കെ കാണാം. ഇപ്പോഴാന്നേലും ഈ കവലയിലൊക്കെ ആരേലും ഒന്ന് പ്രസംഗിച്ചാൽ 1 or 2 അല്ലെ മാക്സിമം പോയ 15 പിള്ളേരെ. അന്നേരം അതെല്ലാവരും ഇങ്ങനെ താല്പര്യം കുറഞ്ഞിട്ട് പോകുന്നതാണോ അതോ ഇനി ലീഡേഴ്സിൽ നിന്നുള്ള കമ്മിറ്റ്മെന്റ് നടക്കാതെ പോകുന്നതുകൊണ്ടാണോ എന്നാ ഇങ്ങനെ വ്യത്യാസം വന്നേ? ഞാനിപ്പോൾ 2 ദിവസം മുമ്പ് കൊല്ലത്തൊരു പരിപാടി പങ്കെടുത്തു, പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് 8-ാം തീയതിയാണല്ലോ, 6-ാം തീയതി ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിൻ്റെ 100-ാം വാർഷികം പ്രമാണിച്ച് കൊല്ലത്ത് സംഘടിപ്പിക്കപ്പെട്ട ഒരു റാലിയാണ്. അവിടെ ആശ്രാമ മൈതാനത്താണ്. 10,000-കണക്കിന് ആളുണ്ടായിരുന്നു. സീതാറാം യെച്ചൂരി, കോടിയേരി ബാലകൃഷ്ണൻ, പിന്നെ ഞങ്ങളൊക്കെ പങ്കെടുത്തതാണ്. സാധാരണ ഇതിൽ ഒരു പുറത്തുനിന്ന് വരുന്ന ഒരാളുടെ പ്രസംഗം കഴിയുമ്പോഴത്തേക്ക് വലിയ കാർ മൂടി കെട്ടി മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മഴ വരികയും പോവുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇടിവെട്ടി പെയ്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ സീതാറാം യെച്ചൂരി ദീർഘമായിട്ട് പ്രസംഗിച്ചു, അതിൻ്റെ പരിഭാഷ. അത് കഴിഞ്ഞ് കോടിയേരി ബാലകൃഷ്ണൻ സാമാന്യം ദീർഘമായിട്ട് പ്രസംഗിച്ചു. അപ്പോൾ പിരിഞ്ഞു പോകുമ്പോൾ ഞാനൊന്നും പ്രസംഗിക്കേണ്ടില്ലെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ആൾ എന്നിട്ടും പിരിഞ്ഞു പോകുന്നില്ല. എന്നിട്ട് എന്നെ പ്രസംഗിക്കാൻ വിളിച്ചു. ഞാൻ പിന്നെ ആ പാവങ്ങളോടുള്ള സ്നേഹം നിമിത്തം ഒരു 6 മിനിറ്റ് കൊണ്ട് എൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചു. എൻ്റെ പ്രസംഗം തീരുന്നവരെ അവിടെ വന്നവരെല്ലാം ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള യോഗങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ആരി പറഞ്ഞത് ഒരു കാര്യം ഉണ്ട്, ഈ ചില റോഡ് സൈഡിലേക്ക് നടക്കാറുള്ള പെട്ടെന്ന് സംഘടിപ്പിക്കുന്ന യോഗങ്ങൾ, അതിൽ ആദ്യാവസാനം ആളുകൾ കേട്ടിരിക്കുന്ന പോലുള്ള അനുഭവം ചിലപ്പം ഇപ്പം നഷ്ടപ്പെടുന്നുണ്ട്. അപ്പം ആ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ നല്ല നിലയിൽ വിജയകരമായി നടക്കുന്ന ഒരുപാട് യോഗങ്ങളുണ്ട്.